മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാർക്കോയാണെങ്കിൽ പ്രതാപനെ വന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പോകുന്നുണ്ട്. ഇനി താൻ മഹാലക്ഷ്മിക്കെതിരെ എന്തെങ്കിലും കരുനീക്കം നടത്തിയാൽ ഇവിടെ വന്ന് ഇങ്ങനെ എണ്ണ തേച്ച് കിടക്കത്തില്ല, എണ്ണക്കുളി നടത്തും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. പ്രതാപനാണെങ്കിൽ ഒന്ന് പേടിച്ചതുപോലെയൊക്കെ തന്നെ അഭിനയിക്കുന്നുണ്ട്. എന്തായാലും അവർ പണ്ടത്തേതുപോലെ തന്നെ വീണ്ടും ചെയ്യുക തന്നെ ചെയ്യും. അങ്ങനെ ദുർഗയും കരുണയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കരുണയ്ക്ക് വോമിറ്റിംഗ് ടെൻഡൻസി വരുന്നത്. അവളാണെങ്കിൽ ഛർദ്ദിക്കാനായിട്ട് ഓടുന്നുണ്ട്. ദുർഗ വിചാരിക്കുന്നത് കരുണയ്ക്ക് വിശേഷമായെന്നാണ്. എത്രയും പെട്ടെന്ന് ഉണ്ണിയോട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറയുന്നു. ഉണ്ണിയാവട്ടെ മറുത്തൊന്നും ചിന്തിക്കാതെ കരുണ തന്നെ ചതിച്ചെന്നും മഹാലക്ഷ്മിയുടെ പാത തന്നെ പിന്തുടർന്നുവെന്നും തന്റെ ഏട്ടനെ പോലെ താനും ചതിക്കപ്പെട്ടു, ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്നൊക്കെ ചോദിച്ച് കരുണയെ ചോദ്യം ചെയ്യുന്നു. ദേഷ്യം വരുന്ന കരുണയാവട്ടെ വേഗം തന്നെ ഉണ്ണിയുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് പ്രഗ്നൻസി നെഗറ്റീവ് ആണെന്ന് കൺഫേം ചെയ്യുന്നു. എന്തായാലും നട റോഡിലിട്ട് ഉണ്ണിയെ ചെകുടുത്ത് നോക്കി കൊടുക്കുന്നുണ്ട് കരുണ. എന്നെ സംശയിച്ചതിന്, പിന്നെ അവളുമായിട്ട് എന്നെ ഒന്നിപ്പിച്ച് പറഞ്ഞതിന്, ഇതിനൊന്നും ഞാൻ തന്നോട് ഒരിക്കലും ക്ഷമിക്കില്ല. ഇനി തന്നോടൊപ്പമുള്ള ജീവിതമില്ല. നാണം കെട്ടവനാണ് താൻ. എന്നെ എന്റെ വീട്ടിലേക്ക് കൊണ്ടാക്കാനൊക്കെ ആയിട്ട് ഉണ്ണിയോട് പറയുന്നു. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ മറുത്തൊന്നും പറയാതെ കരുണയുടെ വീട്ടിലേക്ക് ഇറക്കി വിടുകയാണ്. അങ്ങനെ അവിടെ നിന്നും ഇറങ്ങിപ്പോവാനായിട്ടും കരുണ ഉണ്ണിയോട് പറയുന്നുണ്ട്. നാണം കെട്ട് ഉണ്ണിയാണെങ്കിൽ തിരിച്ചു പോകുന്നു. പിന്നീട് മോഹിനിയാണെങ്കിൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. എന്ത് പറ്റി മോളെ, എന്താ പെട്ടെന്ന് ഇങ്ങോട്ടൊരു വരവ്, എന്താ എനിക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ല, അതോ ഞാനിവിടെ ഇരിക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് കരുണയാണെങ്കിൽ മോഹിനിക്ക് നേരെ പൊട്ടിത്തെറിക്കുന്നു. ഈ സമയം എന്താ മോളെ, എന്ത് പറ്റി, നിങ്ങളുടെ മൂത്ത മോളെ വളർത്തി വഷളാക്കി വെച്ചിരിക്കുകയാണല്ലോ, കണ്ടവന്റെ കുഞ്ഞിനെയും വയറ്റിൽ ചുമന്ന് നടക്കുന്നു, പേരുദോഷം ബാക്കിയുള്ളവർക്കും. ഞാനൊന്ന് ഛർദിച്ചു, അപ്പോ എന്റെ ഭർത്താവുണ്ടല്ലോ, അവൻ പറയുന്നത് എനിക്ക് അവിഹിതമുണ്ടെന്നും അതിൽ ഞാൻ ഗർഭിണിയായെന്നും ആ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്നൊക്കെ എന്റെ മുഖത്ത് നോക്കി അവൻ ചോദിച്ചു. അതിനർത്ഥം നിങ്ങളുടെ മൂത്ത മോളെ പോലെ തന്നെ വഴി പഴച്ചവളായി പോയി ഞാനും എന്നാണ് അയാൾ ഉദ്ദേശം വെച്ചത്. ഇത് കേട്ട് മോഹിനിയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. എന്നിട്ട് എന്താവാനാ, ഹോസ്പിറ്റലിലേക്ക് പോയി പ്രഗ്നൻസി അല്ലെന്ന് കൺഫേം ചെയ്തു. അയാളെ ഞാൻ നടു റോഡിലിട്ട് അടിച്ചു. പിന്നെ ഇതാ ഇങ്ങോട്ട് വന്നു. ഇനി അയാൾക്കൊപ്പം ഒരു ജീവിതമില്ല. എനിക്ക് ആരുടെയും കാൽക്കൽ വീണ് ജീവിക്കേണ്ട യാതൊരു ആവശ്യമില്ല. എന്റെ അച്ഛനും മുത്തശ്ശിയും എനിക്ക് വേണ്ട സ്വത്തുക്കളൊക്കെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും അയാളെ പോലെ വൃത്തികെട്ടവന്റെ കൂടെ ഇനി ഞാൻ ജീവിക്കില്ല. എന്നെ അവളുമായിട്ട് താരതമ്യം ചെയ്താണ് അയാൾ കണ്ടതെന്നൊക്കെ പറഞ്ഞ് മോഹിനിയോട് പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ് കരുണ. എന്തായാലും ഈ സമയം നീ എങ്ങനെയൊന്നും തീരുമാനിക്കേണ്ട, ഉണ്ണിക്കൊരു തെറ്റ് പറ്റിപ്പോയതായിരിക്കും എന്നൊക്കെ പറയും. തെറ്റ് പറ്റും, ദേ മിണ്ടി പോകരുത്, നിങ്ങളും നിങ്ങളുടെ മോളൊക്കെ ചേർന്ന് മനുഷ്യനെ നാണം കെടുത്തുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ, എന്തൊക്കെ പറഞ്ഞാലും നിന്റെ അച്ഛനും മുത്തശ്ശിയും ചെയ്ത പോലെയൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ലല്ലോ എന്ന് മോഹിനി തിരിച്ചടിക്കുന്നു. അതിന് മാത്രം എന്റെ അച്ഛനും മുത്തശ്ശിയും എന്താ ചെയ്തെന്നോ, കൊലപാതകം. ഇത് കേട്ട് കരുണയാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ്. എന്ത് കൊലപാതകോ, ആരെ കൊന്നെന്നാ പറയുന്നത്? ആരെ കൊന്നെന്ന് ചോദിച്ചാ അത് കേട്ട് ചിലപ്പോ നെയ്യം പതറിപ്പോവും. മറ്റേരെയുമല്ല, നിന്റെ ഭർത്താവിന്റെ സ്വന്തം അച്ഛനെ. ഇത് കേട്ട് കരുണയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. നിങ്ങളൊക്കെ അന്ന് കുഞ്ഞുങ്ങളായിരുന്നു, ഒരു കൊട്ടേഷന്റെ ഭാഗമായിട്ടായിരുന്നു അയാളെ ലോറി കയറ്റി കൊന്നത്. അതിന്റെ ഭാഗമായിട്ടാ കണ്ണൻ വീൽ ചെയറിലായത്. അന്ന് അത് കണ്ട ഒരേ ഒരു സാക്ഷി എന്റെ മൂത്ത മകൾ മഹാലക്ഷ്മി മാത്രമാണ്. അതുകൊണ്ട് മാത്രമാണ് നിന്റെ അച്ഛനും മുത്തശ്ശിയും അവളെ കുറച്ചെങ്കിലും പേടിക്കുന്നത്. ഇതൊക്കെ കേട്ട് കരുണയ്ക്കാണെങ്കിൽ വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. അവളാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. അവര് ചെയ്തു കൂട്ടിയ പാപത്തിനടുത്തൊന്നും ഞാനും എന്റെ മോളും ചെയ്തിട്ടില്ല. അങ്ങനെ നിങ്ങൾ വലിയ ആളാവാൻ വരട്ടെ, ഇതെന്റെ അച്ഛന്റെയും മുത്തശ്ശിയുടെയും വായിന്ന് വരാതെ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല എന്ന് കരുണ പറയുന്നു. എങ്കിലേ പോയി ചോദിക്ക്, തോമസ് സാറിന്റെ വീട്ടിൽ കിടക്കുന്നുണ്ടല്ലോ, അവര് തന്നെ പറയും അയാൾ തന്നെയാണ് കണ്ണന്റെ അച്ഛനെ കൊന്നത് എന്നുള്ള സത്യം. അങ്ങനെ കരുണയാണെങ്കിൽ ഒന്നും നോക്കുന്നില്ല, അവിടെ നിന്നും നേരെ തോമസ് സാറിന്റെ വീട്ടിലേക്ക് വെച്ച് പിടിക്കുകയാണ്. പിന്നീട് ദുർഗയാവട്ടെ ഉണ്ണിയെയും കരുണയെയും വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുക. കാറ് വരുമ്പോ തന്നെ ദുർഗ ആകാംക്ഷയോട് കൂടിയിട്ട് വാതിൽ തുറക്കുന്നുണ്ട്. ഉണ്ണിയുടെ കവളത്താണെങ്കിൽ കരുണ തള്ളിയ പാടും. ഇതെന്താടാ മോനെ, അവളെവിടെ? ഇതെന്ന് നിന്റെ കവളിൽ തല്ലിയ പാടൊക്കെ? അവള് വന്നില്ലമ്മേ. പിന്നെ വരാതെ പിന്നെ എവിടെ പോയി? അവളവളുടെ വീട്ടിലേക്ക് പോയി. അല്ല, എന്താ സംഭവിച്ച്? പ്രഗ്നൻസി കൺഫേം ചെയ്തോ? അത് നെഗറ്റീവാണ് അമ്മേ. ഛർദിച്ചു, അത് കാര്യം സ്ഥിതി തന്നെയാണ്. പക്ഷെ അവള് പ്രഗ്നന്റ് അല്ല, ആവാൻ ബുദ്ധിമുട്ടാണെന്ന് ഡോക്ടർ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ തന്നെ പറയുകയാണ്. ഇതൊക്കെ കേട്ട് ദുർഗയാണെങ്കിൽ അപ്പൊ തന്നെ ഉണ്ണിയുടെ ചെകിടത്ത് നോക്കി ഒന്ന് കൊടുക്കുന്നുണ്ട്. സ്ത്രീത്വത്തെ അപമാനിച്ച നിന്നെ പിന്നെ എന്ത് ചെയ്യണടാ? ഞാനാണെങ്കിലും അവളുടെ സ്ഥാനത്ത് ഇത് തന്നെ ചെയ്യുള്ളൂ. സ്വന്തം ഭർത്താവാണെന്ന് പോലും നോക്കില്ല. ആൾക്കാരുടെ മുന്നിലിട്ട് ചെകിടത്ത് തന്നെ ഞാൻ തല്ലിയിരിക്കും. എടാ, നീ എന്താ കരുതിയത്? കരുണമോളും ആ മഹാലക്ഷ്മി പോലെയാണെന്ന് കരുതിയോ? മോള് പിണങ്ങിപ്പോയതിൽ യാതൊരു തെറ്റുമില്ല. ഇനി അവളെ എങ്ങനെ വിളിച്ചുകൊണ്ട് വരും? അമ്മേ, എനിക്ക് ഇനി കരുണയുമായിട്ടുള്ള ജീവിതം വേണ്ട, മടുത്തു എനിക്ക്. അവളെ ഇനി എനിക്ക് എന്റെ ഭാര്യയായിട്ട് ഉൾക്കൊള്ളാനായിട്ട് കഴിയില്ല. അത്രയ്ക്ക് മോശപ്പെട്ട രീതിയിൽ കരുണ എന്നോട് പെരുമാറിയെന്നൊക്കെ പറയുമ്പോ ഇങ്ങനെ തന്നെ പെരുമാറണം. നിന്നെ പോലുള്ളവരോട്
അത്രയ്ക്ക് നീ തരം താഴ്ന്നില്ലടാ, നീ അവളെ സംശയിച്ചില്ലേ, അത് ഏത് വേണം ഞാൻ സഹിക്കാന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഉണ്ണിയോട് വഴക്ക് കൂടുന്നു. എന്തായാലും ഉണ്ണിയാണെങ്കിൽ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ അവിടെ നിന്നും പോകുന്നുണ്ട്. അങ്ങനെ ദുർഗയാണെങ്കിൽ ഇനി കരുണയുടെ കാലും കൈയും എങ്ങനെ പിടിക്കുമെന്ന് ആലോചിച്ച് അവിടെ ഇരിക്കുകയാണ്. പിന്നീട് കരുണയാവട്ടെ നേരെ തോമസ് സാറിന്റെ വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് കോളിംബിൽ അടിക്കുന്നുണ്ട്. അമ്മേ, വീണ്ടും മാർക്കോ ആയിരിക്കും എന്ന് പ്രതാപം പറയുമ്പോ, നോക്കാടാ, അറിയില്ല, നമ്മളതിനൊന്നും ചെയ്തിട്ടില്ലല്ലോ, തല്ലുതരാനായിരിക്കില്ല, ചിലപ്പോൾ ഭീഷണിപ്പെടുത്താൻ വരുന്നതായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ച് പേടിച്ച് മുത്തശ്ശിയാണെങ്കിൽ വാതിൽ തുറക്കുന്നു. അങ്ങനെ ആഹാ, മോളെന്താ ഇവിടെ വരേണ്ടി വന്നു എന്ന് പറഞ്ഞ് അവളാണെങ്കിൽ അകത്തേക്ക് വരികയാണ്. അങ്ങനെ എന്താ മോളെ, എന്ത് പറ്റി, അച്ഛനിപ്പോ കുഴപ്പമൊന്നുമില്ല, മോളെ ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പ്രതാപനാണെങ്കിൽ കരുണയ്ക്ക് മുന്നിൽ വേദന അഭിനയിക്കുന്നുണ്ട്. ഈ സമയം ഞാനിപ്പോ അച്ഛനെ കാണാൻ വേണ്ടി വന്നത് മറ്റൊരു കാര്യത്തിനാണ്. അങ്ങനെ ഉണ്ണിയുമായിട്ട് നടന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ തന്നെ കരുണ പറയുന്നു. അവൻ അങ്ങനെയൊക്കെ ചെയ്തോ, അതവിടെ ഇരിക്കട്ടെ അച്ഛാ, എനിക്ക് മറ്റൊരു കാര്യം കൂടി അറിയാനുണ്ട്. സത്യത്തിൽ ഞാൻ അവിടെ ചെന്നപ്പോ അമ്മ എന്നോടൊരു സത്യം പറഞ്ഞു, കണ്ണേട്ടന്റെയും ഉണ്ണിയേട്ടന്റെയും അച്ഛനെ കൊന്നത് അച്ഛനാണെന്ന്. അത് സത്യമാണെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശിയും പ്രതാപനും ആകെ ഷോക്കാവുന്നു. അത് പിന്നെ മോളെ പറയേ, സത്യമാണോ, എനിക്ക് നിങ്ങളുടെ വായുന്നത് കേട്ടാൽ മതി. സത്യമാണെന്നുള്ള കാര്യം പ്രതാപൻ ഉറപ്പുവെക്കണം. പിന്നെ അറിയാലോ, അച്ഛൻ ഈ നിലയിൽ എത്തിയതൊക്കെ തന്നെ കണ്ണന്റെ അമ്മാവൻ കാരണം കൊണ്ടാണ്. അച്ഛൻ ഒന്നും ഉണ്ടായിരുന്നില്ല മോളെ, വെറും ഒരു ലോറി ഡ്രൈവർ ആയിരുന്നു. നിന്റെയൊക്കെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടും നിങ്ങളുടെ ഈ ഒരു ജീവിതം നല്ല നിലയിൽ മെച്ചപ്പെടാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ അങ്ങനെ ചെയ്തത്. എന്റെ മോൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്ന് അച്ഛൻ കരുതിപ്പോയി. അതിന് സ്വീകരിച്ച വഴിയാണ്, വളഞ്ഞ വഴിയായിട്ട് കണ്ണന്റെ അച്ഛനെ ഇല്ലാതാക്കുക എന്നത്. അതോടുകൂടിയിട്ടാണ് മോളെ ഈ കാണുന്ന സ്വത്തുക്കളൊക്കെ തന്നെ ഉണ്ടായി എന്നൊക്കെ പറയുമ്പോൾ കരുണയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. എന്തായാലും മഹാലക്ഷ്മിയെ താനും പേടിക്കണമെന്ന് അവൾ മനസ്സിലാക്കി തുടങ്ങുകയാണ്. മാത്രമല്ല പ്രതാപനും മുത്തശ്ശിയും ഇത്രയും നാളും അവളെ പേടിച്ചത് എന്തിനാണെന്നും കരുണ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്.